നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജെ സീരീസ് പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടികൾ. ഏതൊക്കെയാണ് ജെ സീരീസ് പ്ലാറ്റ്ഫോമിൽ വരുന്നത്? ഒന്ന് ഹണ്ടർ, ഒന്ന് മീറ്റിയോർ, ഒന്ന് ക്ലാസിക്, പിന്നെ ഏറ്റവും പുതിയ ബുള്ളറ്റ്. ഇത്രയും വണ്ടികളുടെ സർവീസിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആ സർവീസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ചെക്ക് പോയിൻറ്റ്സ് ആണ് അതിൽ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ വണ്ടി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ ഒന്ന്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ജെ സീരീസ് പ്ലാറ്റ്ഫോമിൽ വരുന്ന മീറ്റിയോർ എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ ഫസ്റ്റ് സർവീസ് 500 കിലോമീറ്റർ അല്ലെങ്കിൽ 45 ദിവസത്തെ സർവീസാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിൻ്റെ സം ഗാർഡ് ഉരുന്നതാണ്. എന്ന് വെച്ചാൽ എഞ്ചിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ സം ഗാർഡ് വെക്കുന്നത്. അപ്പോൾ ഈ സം ഗാർഡ് വെച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എന്തെങ്കിലും തട്ടുബാക്കിയുള്ള കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസിൽ നമുക്ക് കോൺസിക്വൻഷ്യൽ ഡാമേജിൽ പോലും ഇത് ആപ്ലിക്കബിൾ ആവില്ല, കാരണം വെച്ചാൽ നെഗ്ലിജൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഡ്രെയിൻ നട്ട് ഊരി ഓയിൽ പുറത്തേക്ക് വരുന്നതാണ്. ഇനി ഇതിൻ്റെ ഉള്ളൊരു സ്റ്റെയിനർ ഉണ്ട്. അപ്പോൾ ആ സ്റ്റെയിനർ അല്പനേരത്തിനുള്ളിൽ നമ്മളത് ഊരും. ഒരു കാര്യം നിങ്ങൾ എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും തണുത്തിരിക്കുന്ന വാഹനത്തിൽ നിന്ന് ഓയിൽ ഡ്രെയിൻ ചെയ്യരുത്. കാരണം വെച്ചാൽ ഓയിലിൻ്റെ കനം കൊണ്ട് മുകളിലുള്ള ഓയിൽ അടിയിലോട്ട് ഇല്ല. അപ്പോൾ എപ്പോഴും അല്പം ചൂടായതിനു ശേഷം, വണ്ടി ഓണാക്കി അല്പം ചൂടായതിനു ശേഷം മാത്രമേ ഇത് ഊരാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റെയിനർ റിമൂവ് ചെയ്യുന്നതാണ്. കേട്ടോ, സ്റ്റെയിനർ റിമൂവ് ചെയ്തപ്പോൾ ആ ഒരു ബൾക്കായിട്ടുള്ള ഓയിൽ താഴത്തേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു വാഹനത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. സ്റ്റെയിനർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വാഹനത്തിൻ്റെ അകത്ത് വരുന്ന ചെറിയ ഡസ്റ്റ് പാർട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുമ്പിൻ്റെ അംശമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാനാണ്. അതിൻ്റെ ഉള്ളൊരു മാഗ്നറ്റ് ഉണ്ട്, അതിൽ വലിച്ചെടുക്കാനാണ് ഈ സ്റ്റെയിനർ വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റെയിനർ ക്ലീൻ ചെയ്യുന്നതാണ് കാണുന്നത്. അത് എയർ അടിച്ചിട്ടാണ് നമ്മൾ സ്റ്റെയിനർ ക്ലീൻ ചെയ്യുക. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്ത് നമ്മളതിന് ശേഷം ഇങ്ങനെ ഇരിക്കും, അതായത് ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കും നമ്മുടെ ഈ സ്റ്റെയിനർ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ ഓയിൽ ഫിൽറ്ററാണ് ഊരാൻ പോണേ. ആ ഓയിൽ ഫിൽറ്റർ ഊരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് നമ്മളൊരു എല്ലെങ്കി വെച്ച് 5-ൻ്റെ എല്ലെങ്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ആ ഒരു ക്യാപ്പ് ഊരുന്നത്. ഈ ക്യാപ്പ് ഊരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഉള്ള ഓറിങ് എന്ന് പറയുന്നത് സിംഗിൾ ടൈം യൂസാണ്. അത് ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കരുത്. ഇത്തരം ഓറിങ്ങുകളും ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മുടെ സർവീസ് കിറ്റിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓയിലിൻ്റെ ഫിൽറ്ററാണ്. ആ ഫിൽറ്റർ എത്ര കണ്ട് ഡേർട്ടി ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും. അതിനുശേഷം നമുക്ക് പുതിയതാണ് ഇടേണ്ടത്. ഇപ്പോൾ പുതിയത് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ചെയ്ത്, അത് ഇപ്പോൾ കോട്ടൻ്റെ ഇത് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ക്ലീൻ ചെയ്യാം. നമ്മൾ ക്ലീൻ ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ ഫിൽറ്ററാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ഫിൽറ്റർ, അതായത് ഈ സർവീസ് കിറ്റിൽ വരുന്ന ഫിൽറ്ററാണ്. 500 കിലോമീറ്റർ ഓടുന്ന വാഹനത്തിന് വേണ്ടിയിട്ടുള്ള സർവീസ് കിറ്റിൽ വരുന്ന ഫിൽറ്ററാണ് വെക്കുന്നത്. ആ ഫിൽറ്റർ വെച്ചിട്ട് നമ്മളതിൻ്റെ പുതിയ ഓറിങ്ങും ഇതിൻ്റെ കൂടെ വെക്കണം. കാരണം വെച്ചാൽ ഈ ഓറിങ് എന്ന് പറയുന്നത് വൺ ടൈം യൂസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ആ റബ്ബർ പാർട്ടിക്കിൾ അല്ലെങ്കിൽ റബ്ബറിൻ്റെ ആ ഒരു ഓറിങ്ങിൻ്റെ ഒരു എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് കുറയും. അത് കുറയുന്നതുകൊണ്ടാണ് നമ്മളിത് ഓരോ തവണ ഇത് മാറ്റുമെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇതിൻ്റെ ഓറിങ് എന്ന് പറയുന്നത്. ഈ ഓറിങ് ഇട്ടതിന് ശേഷം നമ്മൾ അത് വീണ്ടും അതിലേക്ക് അറ്റാച്ച് ചെയ്യാണ്. അത് വീണ്ടും നമ്മൾ ആ 5-ൻ്റെ എല്ലെങ്കി ഇട്ടിട്ട് നമ്മളത് അറ്റാച്ച് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു 360 ആംഗിൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. ആ ഓറിങ് ഇട്ടത് കറക്റ്റാണോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് വളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഓയിൽ ഡ്രെയിൻ ഔട്ട് ചെയ്ത് വരാനുള്ള സാധ്യതകളുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾ കാണുന്നത് നമ്മുടെ ബ്രേക്ക് പാഡ്സ് ക്ലീൻ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ കാലിപ്പറിൽ നിന്ന് ഊരിയിട്ട് നമ്മുടെ ബ്രേക്ക് പാഡ്സ് എയർ അടിച്ച് ക്ലീൻ ചെയ്ത്, ഇനി കാലിപ്പറിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ എയർ അടിച്ച് ക്ലീൻ ചെയ്യുകയാണ്. ഇപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ചെയിൻ ക്ലെൻസർ ഉപയോഗിക്കുന്നത്. ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ക്ലെൻസർ ഉപയോഗിച്ച് നമ്മുടെ ചെയിൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ലൂബ് ചെയ്യാണ്. ഈ ലൂബ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലൂബ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് സ്ലാക്നെസ് ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ സ്ലാക്നെസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വാഹനത്തിൻ്റെ സ്ലാക്നെസ് കൂടുതലാണ്. ശരിക്കും 70 mm to 23 mm ആണ് സ്ലാക്നെസ് വേണ്ടത്. ഈ വാഹനത്തിന് അത് വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് വീൽ നട്ട് ലൂസാക്കിയിട്ട് വേണം നമുക്കിതിൻ്റെ സ്ലാക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീൽ നട്ട് ലൂസാക്കുന്നു. എന്നിട്ട് വേണം നമ്മളിതിൻ്റെ സ്ലാക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സ്ലാക്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അതിൻ്റെ എക്സോസ്റ്റിന് ചെറിയൊരു ഷേക്ക് കണ്ടു. അപ്പോൾ നമ്മളത് ടൈറ്റ് ചെയ്യാണ്. എപ്പോഴും നിങ്ങൾ ജസ്റ്റ് ഇടയ്ക്കൊന്ന് നോക്കുമ്പോൾ എക്സോസ്റ്റ് ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്നൊന്ന് ആട്ടി നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഷേക്ക് ഉണ്ടെങ്കിൽ അത് കൈയോടെ ഫിക്സ് ചെയ്തില്ലെങ്കിൽ അത് നാളെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അത് സ്വരം ഉണ്ടാക്കാനൊക്കെ തുടങ്ങും. പിന്നെ നമ്മുടെ എല്ലാ ജോയിൻസിലും നമ്മൾ ലൂബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ലൂബ് ചെയ്യണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിത് ഉപയോഗിക്കുന്ന പാർട്സ് ഉണ്ടായിരിക്കും, ഉപയോഗിക്കാത്ത പാർട്സ് ഉണ്ടായിരിക്കും. ഇത് ലൂബ് ചെയ്തില്ലെങ്കിൽ നാളെ ഒരു സമയത്ത് നിങ്ങളിത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ടൈറ്റ് ഫീൽ ചെയ്യും.
അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലാണ് നമ്മൾ ലൂബ് ചെയ്യുന്നത്. അത് ഓവറായിട്ട് കൊടുക്കരുത്, ആവശ്യത്തിനുള്ളത് കൊടുത്താൽ മതി. അത് കുറേ അധികം കാലം അതുമ്പോൾ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കാണുന്നത് ബ്രേക്കിൻ്റെ ലിവറിൻ്റെ അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ഇൻ കേസ് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ നമ്മൾ ലൂബ് ചെയ്യും. ഇനി നമ്മൾ ആക്സിലേറ്ററിൻ്റെ പ്ലേ ആണ് നോക്കുന്നത്. അതിൻ്റെ മിനിമം പറഞ്ഞിട്ട് 2 to 3 mm ആണ് അതിൻ്റെ പ്ലേ വേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ക്ലച്ച് പ്ലേ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലച്ച് പ്ലേ അഡ്ജസ്റ്റ് ചെയ്ത് എപ്പോഴും തണുത്തിരിക്കുമ്പോൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഫ്രണ്ടിലേക്ക് പിടിക്കുമ്പോൾ ഇതിന് 10 mm to 16 mm ആണ് ഇതിൻ്റെ പ്ലേ വേണ്ടത്. നമ്മൾ ലെഫ്റ്റിലേക്ക് ചരിച്ച് പിടിക്കുമ്പോൾ ഇതിന് 10 mm to 12 mm മാത്രമാണ് ഇതിന് പ്ലേ വേണ്ടത്. ഇത് തണുത്തിരിക്കുമ്പോൾ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റുകൾ ചൂടായിട്ടിരിക്കുമ്പോൾ എക്സ്പാൻഡ് ആവും. അതുകൊണ്ടാണ്. അടുത്തതായിട്ട് നമ്മൾ സൈഡ് കവർ ഊരിയിട്ട് നമ്മുടെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യണതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ ഊരിയെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ എയർ ഫിൽറ്റർ ഊരിയെടുത്തതിന് ശേഷം അതിനകത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ആ കവറിങ് മാറ്റിയതിന് ശേഷമാണ് നമ്മളത് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അകത്തുനിന്ന് ഇത് ക്ലീൻ ചെയ്യരുത്, പുറത്തുനിന്ന് ഇപ്പോൾ കാണുന്ന രീതിയിൽ വേണം അത് ക്ലീൻ ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സക്ക് ചെയ്യുന്ന ഭാഗത്തുനിന്ന് നമ്മൾ ക്ലീൻ ചെയ്താൽ അതിൻ്റെ ഉള്ള ആ ഡേർട്ട് അവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് അത് ക്ലീൻ ചെയ്യുന്നത്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് ആ എയർ ഫിൽറ്റർ അതിലേക്ക് വെച്ചിട്ട് ഇപ്പോൾ ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ട്യൂബ്, ത്രോട്ടിൽ ബോഡിയുടെ ട്യൂബ്, ഇഞ്ചക്ടറിൻ്റെ റബ്ബർ ഓസ്, ആക്സിലേറ്റർ കേബിള്, വയറിംഗ് കിറ്റ്, വെൻറ്റ് പൈപ്പ് എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് ഓവറോളായിട്ട് ചെക്ക് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ സൈഡ് കവർ ഇട്ടിട്ട് അതൊന്ന് ഫിക്സ് ചെയ്യുന്നത്. ഇനി നമ്മൾ ടാങ്ക് ഊരണം. ടാങ്ക് ഊരണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വാൽവ് ക്ലിയറൻസിന് വേണ്ടിയിട്ട്. വാൽവ് ക്ലിയറൻസ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റോക്ക് റാമിൻ്റെ ഹെഡ് അഴിക്കണം. റോക്ക് റാമിൻ്റെ ഹെഡ് അഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവാപ്പറേഷൻ്റെ ട്യൂബും ഇഗ്നിഷൻ്റെ കോയിലും ഊരിയാൽ മാത്രമാണ് നമുക്ക് റോക്ക് റാമിൻ്റെ ഹെഡ് തുറക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ തുറന്നാൽ മാത്രമാണ് നമുക്ക് വാൽവ് ക്ലിയറൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ റോക്ക് റാം ഹെഡിൻ്റെ കവർ അഴിക്കുന്നതിൻ്റെ ബോൾട്ട് ഊരിനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 ബോൾട്ടാണ് ഇത് ഊരുന്നതിന് വേണ്ടി വരുന്നത്. ഇത് ഊരിയാൽ മാത്രമാണ് നമുക്ക് വാൽവ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റുക. ഇപ്പോൾ റോക്ക് റാമിൻ്റെ കവർ നമ്മൾ അഴിക്കുകയാണ്. നിങ്ങൾ കവർ അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള വാൽവുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്പെഷ്യൽ ടൂളുകളും അതിനുള്ള മെഷർമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടോളൂ എന്താണ് ആ എൻജിൻ്റെ ആ ഹെഡിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് പാക്കിങ്. ഈ പാക്കിങ് എല്ലാ സെർവേഴ്സിലും നമ്മൾ വാൽവ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മാറ്റേണ്ട ഒരു സാധനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം അത് ഹീറ്റായിട്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഓരോ പ്രാവശ്യം കുറയും. എന്നിട്ട് നമ്മൾ ഈ സെയിം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് നാളത്തേക്ക് ഒരു കംപ്ലൈൻറ്റ് വരാനുള്ളൊരു ചാൻസ് കൂടുതലുള്ള ഒരു ഐറ്റമാണ് ഈ പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യണം, പാക്കിംഗ് എന്ന് പറഞ്ഞത് നമ്മൾ വാൽവ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാറ്റണം എന്നുള്ളത് ഇൻസിസ്റ്റ് ചെയ്യണം. LH എൻജിൻ കവറിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്പണിംഗ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓറിംഗ് എടുക്കും. ഈ ഓറിങ്ങും എല്ലാ സർവീസിലും നമ്മൾ വാൽവ് ക്ലിയറൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. ഇനി നമ്മൾ ഈ വാൽവ് ക്ലിയറൻസ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ക്രാങ്ക് തിരിച്ചിട്ട് നമ്മൾ ഈ ടൈമിങ് സെറ്റ് ചെയ്യണം. ഈ ടൈമിങ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ സ്പെഷ്യൽ ടൂൾ വെച്ചിട്ട് അത് ലോക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ ലോക്ക് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വൺസ് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ക്ലിയറൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ വാഹനം 500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളതുകൊണ്ട് ഇതിൽ നമുക്ക് കാര്യമായിട്ടുള്ള ക്ലിയറൻസ് ചെക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. എക്സോസ്റ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.18 mm, ഇൻലെറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.08 mm ആണ് വരുന്നത്. ഫില്ലർ ഗേജ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് ചെക്ക് ചെയ്യുന്നത്. ഇൻ കേസ് ഗ്യാപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ കാണുന്ന നട്ട് ടൈറ്റ് ചെയ്തിട്ടോ ലൂസ് ചെയ്തിട്ടോ ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ വാൽവ് ക്ലിയറൻസ് ജെ സീരീസ് എഞ്ചിനുകളിൽ, അതിപ്പോൾ എല്ലാ ജെ സീരീസ് എഞ്ചിനും ഹണ്ടർ, മീറ്റിയോർ, ക്ലാസിക്, ഏറ്റവും വരുന്ന പുതിയ ബുള്ളറ്റ് വരെ ഈ വാൽവ് ക്ലിയറൻസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഇത് ഒരു എളുപ്പമുള്ള പ്രോസസ്സല്ല, ഇറ്റ് ടേക്സ് സം ടൈം. ജെ സീരീസിൽ വാൽവ് ക്ലിയറൻസിനെ കുറിച്ച് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇത് വാൽവ് ക്ലിയറൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ആദ്യം നമ്മൾ വർക്ക് ചെയ്ത ആ പോർഷൻ കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു പാർട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എൻജിൻ്റെ നോർമലായിട്ടുള്ള ഫങ്ഷനിങ്ങിന് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യത്തിൽ കണ്ടില്ലേ ആ ഒരു റബ്ബർ ബീഡിങ്, ആ റബ്ബർ ബീഡിങ് എന്ന് പറയുന്നത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ പുതിയ റബ്ബർ ബീഡിങ് ഇടണം. ഈ റബ്ബർ ബീഡിങ് മാറ്റുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുതിയ റബ്ബർ ബീഡിങ് ആകുമ്പോൾ ഇതിൻ്റെ വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റി, ഹീറ്റ് വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. നമ്മൾ പഴയത് ഇട്ട് കഴിയുമ്പോൾ എന്താണ്ടാവുകയെന്ന് വെച്ചാൽ, ഒരിക്കൽ വണ്ടിയുടെ ആ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതൊന്ന് ചുളുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്
എപ്പോഴും വാൽവ് ക്ലിയറൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ റബ്ബർ ബീഡിങ്സ് മാറ്റണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യണത്. ഇനി ഇൻ കേസ് അത് മാറ്റിയില്ലെങ്കിൽ അതിൻ്റെ കംപ്ലയിൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് വന്നില്ലെങ്കിലും ഫ്യൂച്ചറിൽ അത് ഉറപ്പായിട്ടും വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ബീഡിങ് ഇട്ടതിന് ശേഷം നമ്മുടെ റോക്ക് റാമിൻ്റെ കവർ ഫിക്സ് ചെയ്യുന്നതാണ്. റോക്ക് റാമിൻ്റെ ബോൾട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അത് ടൈറ്റ് ചെയ്യും. ഈ ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടോർക്ക് വെഞ്ച് വെച്ചിട്ട് ഇതൊന്ന് കറക്റ്റ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടോർക്ക് വെഞ്ച് വെച്ച് അത് കറക്റ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനായിട്ട് എല്ലാ ബോൾട്ടുകളും നമുക്ക് 3 ബോൾട്ടാണ് നമ്മുടെ റോക്ക് റാമിൻ്റെ കവറിന് വരുന്നത്. ആ 3 ബോൾട്ടും ഈക്വലായിട്ട് വേണം ടൈറ്റായിട്ട് നിൽക്കാനായിട്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടോർക്ക് വിഞ്ച്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള വെണ്ടറിൻ്റെ നിന്ന് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ എല്ലാ ജെ സീരീസ് എഞ്ചിനിലും ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൂൾ എന്ന് തന്നെ എടുത്ത് പറയാം. ഇതാണ് റോയൽ എൻഫീൽഡ് ഉപയോഗിക്കുന്ന ടോർക്ക് വിഞ്ച് എന്ന് പറഞ്ഞ ടൂള്. ഇതിന് ശേഷം ഇവാപറേഷൻ എലമെൻറ്റ്സ്, ഇഗ്നിഷൻ കോയിൽ, വയറിങ്ങുകൾ, എർത്ത് ഇവയെല്ലാം പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ടാങ്ക് ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും ഒരു മടക്കോ ചുളുക്കോ എങ്ങാനും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെട്ടെന്ന് അറിഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ കസ്റ്റമർ കൊണ്ടുപോയതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു എറർ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ വീണ്ടും കസ്റ്റമർ വരാതിരിക്കാൻ നമ്മളൊരു എക്സ്ട്രാ കെയർ അവിടെ കൊടുക്കുന്നതാണ് എപ്പോഴും നന്നായിരിക്കുക. അപ്പോൾ എർത്തിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ആ ടൈറ്റിങ്ങൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് രണ്ടാമത്തെ തവണ വീണ്ടും വരേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്ത് പറയുന്നത്. അതിനുശേഷം നമ്മൾ ടാങ്ക് റീഫിക്സ് ചെയ്യാണ്. ഈ റീഫിക്സ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ട്യൂബുകൾക്ക് ചുളുക്കുകളോ മടക്കുകളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയ കസ്റ്റമർക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു എക്സ്ട്രാ കെയർ എല്ലാ ഡീലർഷിപ്പിലും കൊടുക്കാറുണ്ട് ഇത് വെക്കുമ്പോൾ. അപ്പോൾ ഇത് വെക്കുന്നത് വളരെ പ്രോപ്പറായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് അത് ബെനിഫിഷ്യലാണ്. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഹനം 500 കിലോമീറ്ററിലാണല്ലോ വന്നത്. അപ്പോൾ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഓയിൽ. അതിന് പകരമായിട്ട് നമ്മൾ പുതിയ ഓയിൽ അതിലേക്ക് റീപ്ലേസ് ചെയ്യും. റീപ്ലേസ് ചെയ്യുന്ന ഓയിലിൻ്റെ അളവ് എന്ന് പറയുന്നത് 1.7 ലിറ്റേഴ്സാണ്. 15W50 ആണ് നമ്മുടെ ഓയിലിൻ്റെ ഗ്രേഡ് വരുന്നത്. സെമി സിന്തറ്റിക് ഓയിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ലീക്കേജോ അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ബോൾ റേസേഴ്സ് ചെക്ക് ചെയ്യും. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് നമ്മൾ സെൻറ്റർ സ്റ്റാൻഡിൽ നിർത്തി ബാക്ക് അമർത്തി പിടിച്ചിട്ട് നമ്മുടെ ഹാൻഡിൽ ബാർ ഒന്ന് ടിൽറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളിതിൻ്റെ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ ചെക്ക് ചെയ്യും. ആ സസ്പെൻഷനിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, അത് പ്രോപ്പറായിട്ടുള്ള ട്രാവൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ ടോണർ വീല് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ടോണർ വീലാണ്, അതായത് ABSൻ്റെ ടോണർ വീല്. അപ്പോൾ ആ വീലിൻ്റെ എന്തൊക്കെയാണ് ആസ്പെക്റ്റ് എന്നുള്ളത് ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഫോർക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കരടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതെന്ന് വെച്ചാൽ കരടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ സസ്പെൻഷനിൽ ഒരു കോർല് പോലെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ RH കവർ റിമൂവ് ചെയ്യും. ഈ RH കവറിൻ്റെ അകത്താണ് നമ്മുടെ ബാറ്ററീസ് ഇരിക്കുന്നത്, റിലേസ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററി ടെർമിനൽസ് നമ്മൾ ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ക്ലാവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ റിലേസ് ചെക്ക് ചെയ്യും. ഈ റിലേസ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ റിലേസിൽ എന്തെങ്കിലും വീക്കായിട്ട് ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ റിലേയിൽ എന്തെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ പോസിറ്റീവ് ടെർമിനൽസും കൂടി ചെക്ക് ചെയ്യും. ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ RH കവർ റീഫിക്സ് ചെയ്യും. ഈ റീഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ തുറന്ന് നോക്കിയത് കംപ്ലീറ്റ് റീപാക്ക് ചെയ്തിട്ട് വേണം, കറക്റ്റായിട്ട് റീപാക്ക് ചെയ്തിട്ട് വേണം അത് റീഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മളത് റീഫിക്സ് ചെയ്ത് ആ കീ വെച്ച് ലോക്ക് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഹെഡ്ലൈറ്റ്സ് ആണ് ചെക്ക് ചെയ്യുക. ആ ഹെഡ്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കായിട്ട് ചെക്ക് ചെയ്യുന്ന ആ ഒരു ലിസ്റ്റിൽ പെടുന്ന കാര്യമാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഡിം ആൻഡ് ബ്രൈറ്റ് ചെക്ക് ചെയ്യും. ആ ഹെഡ്ലൈറ്റിൻ്റെ പവറിന് കുറവുണ്ടോ, പിന്നെ അതിൽ DRLs കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇൻഡിക്കേറ്റേഴ്സ്, അതായത് വലിയൊരു ആസ്പെക്റ്റാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഫ്രണ്ടിലും ബാക്കിലും ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ബാക്കിലെ ടെയിൽ ലൈറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അത് ബ്രേക്ക് ചവിട്ടുമ്പോൾ അതിൻ്റെ ഉള്ള ലൈറ്റ് വേറെ കത്തുന്നുണ്ടോ, പ്ലസ് നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ വരുന്ന ലൈറ്റ്സ് കറക്റ്റാണോ, ഹസാർഡ് ലൈറ്റുകൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഹസാർഡ് ലൈറ്റ്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ ഡയൽ മീറ്ററിലേക്ക് വരുന്നത്. ഡിജിറ്റൽ പ്ലസ് അനലോഗ് മീറ്ററാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻഡിക്കേഷൻ കംപ്ലീറ്റ് വരിക നമ്മുടെ ഇതിലാണ്. അപ്പോൾ സർവീസ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ 5000 അല്ലെങ്കിൽ 10,000 100 കിലോമീറ്റർ മുമ്പാണ് നമ്മുടെ സർവീസ് ഇൻഡിക്കേഷൻ വരിക. അപ്പോൾ നമ്മുടെ വാഹനം സർവീസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ സർവീസ് ഇൻഡിക്കേഷൻ നമ്മൾ ഓഫ് ചെയ്യണം.
ആ ഓഫ് ചെയ്യുന്ന പ്രോസസ്സും ഇത് നമ്മൾ ഈ വാഹനത്തിൽ ചെയ്യണം. കാരണം ചെയ്ത് 500 കിലോമീറ്റർ വന്നിട്ടുള്ള വാഹനമായതുകൊണ്ട് നമുക്ക് ആ സർവീസ് ഇൻഡിക്കേഷൻ ഓഫ് ചെയ്യാൻ കൂടി ചെയ്യണം. അതും നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിൻ്റെ മുകളിൽ നമ്മൾ സർവീസിൽ ചെയ്യുന്നത്. ഇതെല്ലാ ജെ സീരീസ് പ്ലാറ്റ്ഫോമിലും കോമൺ ആയിട്ട് ചെയ്യുന്ന പ്രോസസ്സും പ്രൊസീജിയേഴ്സുമാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തോ, അല്ല നിങ്ങൾക്ക് സർവീസിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിലും കോമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽ പറഞ്ഞു തരാൻ പറ്റും. പിന്നെ ഈ വാഹനത്തിൻ്റെ ഉടമ ഈ വാഹനത്തിന് ഇച്ചിരി ആഡ് ഓൺസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഫ്രണ്ടിൽ ഫ്ലൈ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ഫ്ലൈ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അത് റോയൽ എൻഫീൽഡിൻ്റെ ഒറിജിനലാണ്. പിന്നെ ഈ ടാങ്കുമ്പോൾ ആൾ PPF ചെയ്തിട്ടുണ്ട്. PPF എന്ന് പറഞ്ഞാൽ പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ഇതുമ്പോൾ സ്ക്രാച്ച് കാര്യങ്ങൾ വന്നാലും ഇത് പീൽ ഓഫ് ചെയ്ത് വീണ്ടും ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രഷ്നെസ് പോവില്ല. പിന്നെ പെയിൻ്റ് ഒരിക്കലും ഫെയ്ഡ് ആവില്ല. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ നമുക്ക് ഒരു സീറ്റ് കവർ കൊടുത്തിട്ടുണ്ട് ആൾ. പിന്നെ ഈ ഒരു വേരിയൻസിന് നമുക്ക് ബാക്ക് റെസ്റ്റ് വരുന്നില്ല, ആൾ ബാക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ തന്നെയാണ് വരുന്നത്. ഇതൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ബാക്ക് റെസ്റ്റ് വേറെ ഉണ്ട്. അതെന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ ആൾ ഈ നമ്പർ പ്ലേറ്റിന് ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ നമ്പർ പ്ലേറ്റ്സ് ആക്ച്വലി അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ല, അലുമിനിയം തന്നെയാണ്, പക്ഷേ അത് അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ല. അതുകൊണ്ട് ആൾ നമ്പർ പ്ലേറ്റ്സിന് ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിലും ആൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് കാണുന്ന പോലെ ആൾ ക്രാഷ് ഗാർഡ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ക്രാഷ് ഗാർഡാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഫർദർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ആക്കാം. ഇതാൾ ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ ഒരു ടോട്ടൽ ആയിട്ട് ആളുടെ രീതിയിലേക്ക്, എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ വാഹനം അവരുടെ യുണീക്കായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുമ്പോഴാണുള്ളത് നമ്മുടെ വാഹനമായി മാറുന്നത്. അപ്പോൾ ഇതാണ് ഈ കസ്റ്റമർ ഈ വാഹനത്തിന് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളോട് ഒന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം, സാധാരണ എല്ലാ 350 സീരീസിനും റോയൽ എൻഫീൽഡ് കൊടുക്കുന്നത് 30,000 കിലോമീറ്റർ അല്ല എന്നുണ്ടെങ്കിൽ 3 കൊല്ലമാണ് വാറണ്ടി. നിങ്ങൾക്ക് 2 കൊല്ലം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 50,000 കിലോമീറ്ററും 5 കൊല്ലമായി വാറണ്ടി. അപ്പോൾ 11 സർവീസാണ് നിങ്ങൾക്ക് ടോട്ടലി വാഹനത്തിന് വരിക. എല്ലാ 5000-ലും നമുക്ക് സർവീസ് ചെയ്യണം വണ്ടി. ഈ സർവീസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഓയിലിൽ ഡ്രോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യണം. പിന്നെ ബേസിക്കായിട്ട് വാഹനം ഒന്ന് നോക്കണം. അത് എല്ലാ 5000-ൽ അല്ലെങ്കിൽ 6 മാസത്തിൽ എല്ലാ 10,000-ലും നമ്മൾ മസ്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യണം. ഈ ഓയിൽ ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓയിലിൻ്റെ വിസ്കോസിറ്റി കുറയുമ്പോൾ ഈ മെറ്റൽ പാർട്സ് തമ്മിൽ ഒരയാനുള്ള സാധ്യത കൂടും. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ഒരു കാര്യം ഓർമ്മ വയ്ക്കുക, എല്ലാ 5000-ലും ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യുക. എല്ലാ 10,000-ലും നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യുക. ഓയിൽ ചേഞ്ച് ചെയ്യണതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ വാൽവ് അഡ്ജസ്റ്റ്മെൻറ്റും കൂടി എല്ലാ 10,000-ലും വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വണ്ടി എന്ന് പറഞ്ഞ സാധനത്തിന് ഒരിക്കലും കേട് വരിക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവില്ല. ഹെൽത്തി ആയിട്ട് നമ്മൾ വണ്ടി കെയർ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വണ്ടി നമ്മളെ കെയർ ചെയ്യുന്നത് ഒന്ന് വിശ്വസിക്കുക. നമ്മുടെ ഈ വീഡിയോ കണ്ട് സഹകരിച്ചതിന് ഏവരോട് ആദ്യം നന്ദി പറയട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ നമുക്കിതുപോലത്തെ ഒരുപാട് വീഡിയോസ് എടുക്കാനുള്ള ഒരു പ്രചോദനമാണ്. ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ജെ സീരീസ് പ്ലാറ്റ്ഫോമിലുള്ള വണ്ടിയുടെ ഒരു ഡീറ്റെയിൽഡ് സർവീസിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ടോപ്പിക്സ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് നമ്മുടെ വാഹനത്തിന് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ സർവീസ് എന്ന് പറയുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആ സ്കിപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടിയുടെ ഹെൽത്താണ് പോകുന്നത്. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് സർവീസുകളെക്കുറിച്ച് കൂടുതൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പരമാവധി ഷെയർ ചെയ്യുക. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ഞാൻ റോയൽ എൻഫീൽഡ് ടാക്സ് ബൈക്സിൻ്റെ DP ആണ്. നമുക്ക് 4 സ്റ്റോറുകളാണ് ഉള്ളത്. ഒന്ന് കുരീച്ചിറ, ഒന്ന് ഇരിഞ്ഞാലക്കുട, പാട്ടുരായ്ക്കൽ, മണ്ണുത്തി. നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള എന്താവശ്യം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ സ്ഥലത്തെ നമ്പറുകൾ നമ്മളോട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്, റൈഡ് സേഫ് ആൻഡ് ടേക്ക് കെയർ.